ഏപ്രിൽ 22, 2017. ഇന്ന് ഞങ്ങളുടെ ക്ലാസ്സിൻ്റെ ലാസ്റ്റ് സാറ്റർഡേ ആണ്. എന്തോ എഴുതണമെന്ന് തോന്നി. എനിക്കെൻ്റെ ക്ലാസ്സിലിരുന്ന് ഇനി എഴുതാൻ കഴിയില്ലല്ലോ. കഴിഞ്ഞ 4 വർഷം എൻ്റെ ജീവിതം എവിടെയായിരുന്നു? 4 വർഷങ്ങൾക്ക് മുൻപ് RB 106 അതായിരുന്നു ഞങ്ങളുടെ ക്ലാസ്. ആദ്യ ദിവസത്തെ അമ്പരപ്പും പേടിയുമായി കോളേജ് ജീവിതത്തിലേക്ക് കടന്നു വന്ന ദിവസം. മേഘ മിസ് എല്ലാവരെയും കൂട്ടി ഒരു ക്ലാസ്സിൽ കൊണ്ടിരുത്തി. എല്ലാവരും അപരിചിതർ, പല നാട്, പല ഭാഷ. ഓരോ ആളുകളായി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോയപ്പോൾ ഞാനും ഒരു അപരിചിതയെ പോലെ ഇരുന്നു. ദിവസങ്ങൾ കടന്നു പോയത് പെട്ടെന്നായിരുന്നു. വർക്ക്ഷോപ്പുകളും ഗ്രാഫിക്സ് ഹോളും എല്ലാം ഞങ്ങളെ കൂടുതൽ അടുപ്പിച്ചു. ലിജോ അന്ന് റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്ത് ഞങ്ങൾ അതിശയിപ്പിക്കുമായിരുന്നു. അരുൺ സാറിൻ്റെ ഗ്രാഫിക്സ് സ്പിരിറ്റ് റീഡ്രോ ചെയ്ത് കൈ തെളിഞ്ഞു. സമയം പെട്ടെന്ന് ഓടിപ്പോയി. ടീ കാപ്പിയിലൂടെ കെവിൻ ഞങ്ങളുടെ സ്റ്റീഫൻ ദേവസിയായി. ഇലക്ട്രിക്കൽ വർക്ക്ഷോപ്പിൽ ബൾബ് കത്തിക്കാൻ നോക്കി ഫ്യൂസ് കത്തിച്ച് ആ വർഷം അങ്ങ് കടന്നുപോയി. ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോഴേക്കും സുശാന്തും കെവിൻ ജോർജും സിജോയും റിച്ചുവും ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് എങ്ങോട്ടോ പോയി. പകരം ഞങ്ങളുടെ കുസൃതി അഥവാ കുഞ്ഞു ശ്രുതിയും ടോബിൻ മാസും ക്ലാസ്സിൽ വന്നു. സെക്കൻഡ് ഇയർ കൂടുതൽ അടിപൊളിയായിരുന്നു. മെക്കാനിക്സും സിവിലും എല്ലാം വിട്ട് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഹാഷ് ഇൻക്ലൂഡും മെയിൻ ഫംഗ്ഷനും ജീവിതത്തിലേക്ക് കടന്നു വന്ന സമയം. ആ ഇടയ്ക്കാണ് ജെനിസിയസ് ഞങ്ങളുടെ ഡാൻസ് ഗ്രൂപ്പ് ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത്. തോമയും റോസ്മേരിയും വീണ്ടും എതിരില്ലാതെ റെപ്സാനും തുടർന്നു. ഈ 4 വർഷവും അവർ തന്നെയാണ് ഞങ്ങളെ നയിച്ചത്. STLD ലാബിൽ LED കത്തിച്ച് ആളാവുക എന്നതായിരുന്നു അന്ന് ഏറ്റവും അഭിമാനിച്ച കാര്യം. എല്ലാ കുട്ടികളിക്കും അന്ന് ഞങ്ങളോടൊപ്പം JK സാർ ഉണ്ടായിരുന്നു. ആ ഇടയ്ക്കാണ് ആശാഭവനിലേക്ക് ഞങ്ങൾ വോക്ക് ആൻഡ് ടോക്കിന് പോയത്. ആരോരുമില്ലാത്ത അനാഥ കുട്ടികൾക്ക് ഓണസമ്മാനവുമായി ഒരു ദിവസം അവരോടൊപ്പം ചിലവഴിച്ചു. പിന്നീട് സമരവും ബഹളവും സസ്പെൻഷനും ഒക്കെയായി ആ വർഷം അങ്ങ് പോയി. തേർഡ് ഇയർ സീനിയോറിറ്റിയുടെ ഒരു കാലമായിരുന്നു. കോളേജിന്റെ സ്പന്ദനം ഞങ്ങളുടെ കയ്യിലാണെന്നൊക്കെ തോന്നലുണ്ടായ സമയം. ആ ഇടയ്ക്കാണ് കുഞ്ഞു ശ്രുതിയുടെ പേരിൽ ആ പാട്ട് വൈറലായത്. അവൾ വന്ന് വിട്ടാൽ അവൾ വന്ന് വിട്ടാൽ ഹേയ് ഐ என்றால் அது அழகு என்றால் அது ஐகளில் ஐ അതിൽ നാനാ. അയ്യോ, അത് കുസൃതി പാടിയതാണോ അല്ലയോ എന്ന് ഇന്നും ചുരുളഴിയാത്ത രഹസ്യമാണ്. സമരത്തിന് ശേഷമുള്ള ആദ്യ ഇൻട്രാ കോളേജ് അസിയർ തിരുവാതിരയും മൈമും ഒക്കെയായി പൊളിച്ചടുക്കി. ആ ഇടയ്ക്കാണ് ഐവി തലയ്ക്ക് പിടിച്ചത്. ബാംഗ്ലൂർ ജീവിതത്തിലെ വളരെ മനോഹരമായ നിമിഷങ്ങളായിരുന്നു അവ. എന്തിനും ഏതിനും എല്ലാൻഡം ബ്രദേഴ്സ് അഥവാ ലിതിനും മിഥുനുമായിരുന്നു മുന്നിൽ. JK സാറും ഷാരൺ മിസ്സും ഞങ്ങളോടൊപ്പം പങ്കുചേർന്നു. മൈസൂരും വയനാടും ഒക്കെ പ്ലാൻ ചെയ്തു പോയ ഞങ്ങൾ 4 ദിവസം ബാംഗ്ലൂർ തന്നെ തങ്ങി. ഫോട്ടോ എടുക്കാൻ പോയപ്പോൾ ആന ഓടിച്ചതും സ്നോ സിറ്റിയിൽ JK സാറിനെ മഞ്ഞിൽ കുളിപ്പിച്ചതും റിവർ റാഫ്റ്റിൽ പോയി വെള്ളം കുടിച്ചതും കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ വിലപേശിയതിന് വഴിതെറ്റിപ്പോയതും ഗോൾഡൻ ടെമ്പിളിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തതും. ബാക്കി എല്ലാവരുടെയും ഫോട്ടോ എടുത്തിട്ട് എൻ്റെ മാത്രം ഒരു അടിപൊളി ഫോട്ടോ ശ്യാം എടുത്തില്ല. അങ്ങനെ ഐവി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ വേർപിരിയാനാകാത്ത ഒരു കുടുംബം പോലെയായി. നാലാം വർഷം കുട്ടികളെ വിട്ട് എല്ലാവരും ജീവിതത്തെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങിയ വർഷം. പ്ലേസ്മെന്റ് ട്രെയിനിങ്ങും ഇന്റർവ്യൂവും സെമിനാറും പ്രൊജക്റ്റും എല്ലാമായി തിരക്ക് പിടിച്ച ദിവസങ്ങൾ. ക്ലാസ്സിന് അഭിമാനിക്കാൻ കുറേ നേട്ടങ്ങൾ.
TCS എഞ്ചിനിക്സിന്റെ ഫൈനൽ റൗണ്ട് താരേഷും രേഷ്മിയും തോമസും റമീനയും കയറിയതും, കെവിൻ കോഡ്വീറ്റ ക്രാക്ക് ചെയ്തതും, സച്ചിനും വിനീതും ഡിപ്പാർട്ട്മെന്റ് കോമ്പറ്റീഷനിൽ എല്ലാ സമ്മാനവും തൂത്തുവാരിയതും, പലരും പല കമ്പനികളിൽ പ്ലേസ്ഡായി. എന്നാൽ നിമ്മിയുടെ സണ്ട പ്രവേശനമാണ് ഞങ്ങളെ എല്ലാം ഞെട്ടിച്ചത്. ഇതിനിടയിൽ പ്രശ്നങ്ങൾ ഓരോന്നായി ഞങ്ങളുടെ ക്ലാസ്സിൽ വന്നു ചേർന്നു. JK സാറുമായും ഡിപ്പാർട്ട്മെന്റുമായി ഞങ്ങൾ അകന്നു. അത്രയും നാൾ ഒരു കുടുംബം പോലെ കഴിഞ്ഞ CS A ബാച്ചുകാരോട് പോലും പല പല കാരണങ്ങളാൽ അകലാൻ തുടങ്ങി. പതിയെ പതിയെ ക്ലാസ് തീരാൻ പോകുകയാണല്ലോ എന്ന തോന്നൽ ഞങ്ങളിൽ വന്നു തുടങ്ങി. ആനന്ദത്തിൻ ലഹരിയും ഓർമ്മകളുടെ മാധുര്യവും വീണ്ടും ടൂർ മോഹങ്ങൾ കൊണ്ടുവന്നു. ഹംപിയും ഗോവയും ഡൽഹിയും ഒക്കെ പ്ലാൻ ചെയ്ത ഒടുവിൽ ഹൈദരാബാദ് തന്നെ ഞങ്ങൾ ഉറപ്പിച്ചു. പറഞ്ഞുകേട്ട കഥകളിലെ CSBയുടെ കൂടെ ട്രിപ്പ് പോകാൻ ആരും തയ്യാറായില്ല. എല്ലാവരും ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ഒഴിവാക്കി. ഒടുവിൽ മനസ്സിലാ മനസ്സോടെ ആണെങ്കിലും മനോജ് സർ പറഞ്ഞ അനുസരിച്ച് ജിസാറും 5 മിസ്സും ഞങ്ങളോടൊപ്പം വന്നു. അങ്ങനെ ഞങ്ങൾ യാത്ര ആരംഭിച്ചു. ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ആ 5 ദിവസങ്ങൾ, ഒത്തൊരുമയുടെ അവസാന ട്രിപ്പ്. പോയ സ്ഥലങ്ങളെക്കാൾ ഒപ്പം ചിലവഴിച്ച സമയമായിരുന്നു ഞങ്ങൾക്ക് വലുത്. പോയതോ ഒരു റൊമാൻറ്റിക് എഡിഷൻ മരണമാസ് ബസ്. മാമനാണോ, കെവിനാണോ, തോമസ് ആണോ, രേഷ്മയാണോ? അല്ല, ഞങ്ങൾ എല്ലാവരുമായിരുന്നു കോർഡിനേറ്റേഴ്സ്. പോണ്ടിച്ചേരി ബീച്ചിൽ ജലകന്യക വന്നതും തിരമാലകൾക്കൊപ്പം നീന്തിക്കുളിച്ചതും ജിസർ അടിപൊളി ഫോട്ടോസ് എടുത്തു തന്നതും വീണ്ടും ബസ്സിൽ കയറി സ്മോക്കിട്ട് ഡാൻസ് കളിച്ചതും പിന്നെ 10 മണിക്ക് കയറേണ്ട ഐവിക്ക് 1 മണിക്ക് ചെന്നിട്ട് അവിടെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതും ഗോട്ടി മാർക്കറ്റിൽ കറങ്ങാൻ പോയതും കുതിരപ്പുറത്ത് കയറിയതും ഉള്ളിൽ പേടിയുണ്ടെങ്കിലും മറ്റുള്ളവരുടെ മുന്നിൽ ധൈര്യം കാണിക്കാൻ റോളർ കോസ്റ്ററിൽ കയറിയതും വഴി തെറ്റി പോകാതിരിക്കാൻ ഭ്രാന്തികളുടെ യൂണിഫോം എടുത്തതും വേപ്പൂളിൽ മുങ്ങിയതും എല്ലാം ഇന്ന് ഓർമ്മകളാണ്. ടൂർ കഴിഞ്ഞപ്പോഴേക്കും ജിസാറും 5 മിസ്സും ഞങ്ങളുടെ കുടുംബത്തിൽ അംഗമായി. കാലം കടന്നു പോയിരിക്കുന്നു. ഇനി ഒരിക്കലും ഇതുപോലെ ഈ ക്ലാസ്സിൽ ഇരിക്കാൻ കഴിയില്ല. എന്നും താമസിച്ചു വരുന്ന നിതിൻ്റെ മുഖത്തെ ചമ്മൽ കാണാനും റിയ കൊണ്ടുവരുന്ന പലഹാരങ്ങൾ പങ്കുവെക്കാനും എല്ലാവരുമൊത്ത് ബർത്ത്ഡേ ആഘോഷിക്കാനും ടിജോയുടെയും സിനിയുടെയും പ്രണയകഥകൾ പറഞ്ഞ് പരത്താനും ഇനിയാകില്ല. കുറുമ്പ് കാട്ടിയിട്ട് ഒന്നും അറിയാത്ത പോലെ ഇരിക്കുന്ന തോമസ് മാത്യുവിനെയും മാമൻ്റെ മാജിക് മൊമെന്റ്സും സച്ചിൻ്റെ സൗത്ത് ആഫ്രിക്കൻ തമാശകളും ഇനിയില്ല. സീമയുടെ ഡാൻസ് ഇല്ല. ഹോസ്റ്റലിലോട്ട് നടക്കുമ്പോഴുള്ള വർത്തമാനമില്ല. എല്ലാം ഇവിടെ അവസാനിച്ചു. എൻജയോട് ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ പറയുന്നതും കാൻഡിഡ് പിക്സിന് വേണ്ടി ഷ്യാമിന് മുന്നിൽ ആകാശത്തോട് നോക്കി പോസ്റ്റ് ചെയ്തതും റോബിൻ്റെ സെമിനാറുകളും തദേവൂസിൻ്റെ ഉറക്കവും ഷാരുവിൻ്റെ അഭിനയമോഹവും സലോമയുടെ പാട്ടും ടോമങ്ങളുടെ ആറ്റിറ്റ്യൂഡും സ്റ്റെഫിയുടെ അബദ്ധങ്ങളും കുമ്പിടിയുടെ കലിപ്പ് ലുക്കും ട്രീസയുടെ എക്സാമിന് തൊട്ടു മുൻപുള്ള ഷോർട്ട് കട്ടുകളും വിനീതിൻ്റെ ആഴ്ചയിലൊരിക്കലുള്ള കുളിയും ശ്രുതിയുടെ ഓഡോർ ഇവന്റ് ടൂർണമെൻറ്റും ഷഹനയുടെ മലബാർ വിഭവങ്ങളും ശില്പയുടെ സെൽഫികളും. അങ്ങനെ ഈ 4 വർഷം കൊണ്ട് ഞാൻ അനുഭവിച്ച സന്തോഷവും സ്നേഹവും സുരക്ഷിതത്വവും ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ചെയ്ത തെറ്റുകൾക്കെല്ലാം മാപ്പ് ചോദിക്കുകയാണ്. അധ്യാപകരോടും CSA ബാച്ചിനോടും ജൂനിയേഴ്സിനോടും ഒരുപാട് സ്നേഹത്തോടും ഒത്തിരി വേദനയോടും യാത്ര പറയട്ടെ.